ഹായ് എവരി വൺ. ബിഗ് ബോസ് ഫെയിം അനീഷ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അനീഷ് എന്താ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാത്തതെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയ ബിഗ് ബോസ് തുടങ്ങാൻ സമയമായപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇൻ്റർവ്യൂവുമായിട്ട് വന്നിട്ടുണ്ട്. ദ ആക്ച്വൽ വിന്നർ ആകേണ്ട ഒരു വ്യക്തിയായിരുന്നു അനീഷ്. പക്ഷെ അതിനകത്ത് കുറച്ച് ഭാഗങ്ങളിൽ അനീഷ് പാളിപ്പോയി. ആ പാളിയ സംഗതികളിലാണ് പുള്ളിക്ക് കയ്യിൽ നിന്ന് പോയത്. ഞാനിപ്പോൾ ബിഗ് ബോസിൽ കുറേ നാളായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഈ ബിഗ് ബോസിൽ നിന്ന് ജയിച്ച് പുറത്തേക്ക് വരുന്നില്ലേ, അതിൽ പകുതിയിലേറെ പേരും ശുദ്ധ കള്ളന്മാരും കള്ളികളുമാണ്. ഇപ്പോഴാണല്ലോ ഓരോന്ന് മനസ്സിലായിക്കൊണ്ടുവരുന്നത്. പേളിക്ക് യഥാർത്ഥത്തിൽ പേളി ജയിച്ചിട്ടില്ല, സാബുമാനാണ് ജയിച്ചത്. പക്ഷേ പേളിക്ക് ജനങ്ങൾക്കിടയിൽ കിട്ടിയൊരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അവിടെ പോയി കുറച്ച് മോങ്ങി കരഞ്ഞി മെഴുകി സിമ്പതി ക്രിയേറ്റ് ചെയ്ത് ഒറ്റപ്പെട്ടു എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, ദാറ്റ് അക്സെപ്റ്റൻസ് ആണ് പേളിക്ക് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലായത്. അതേപോലെ ഒരു അവസ്ഥയുണ്ട് അനുമോൾ ആരാ വില്ലത്തി എന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അതിനകത്ത് അവൾ കാണിച്ചത് അത്യാവശ്യമല്ല, കുറച്ച് ഓവറായിരുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. പിന്നെ അനീഷിൻ്റെ കേസിലേക്ക് വരുമ്പോൾ, നമ്മൾ പുറത്ത് നിന്ന് 24/7 കാണുന്നതെങ്കിലും ഇത്രയും ക്യാമറകളിൽ കൂടെ നമ്മളെ കാണിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. എല്ലാം ഒന്നും ഒരു കാണിക്കത്തില്ല. അത് അതിൽ നിന്ന് പുറത്ത് വന്നവർ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരാളെ എല്ലാവരും കൂടെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ സംതിങ് ഉണ്ടെന്നും കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. എനിവേ, ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു, പുതിയ സെക്ഷനായി, എല്ലാം മാറി, എല്ലാത്തിനും ഒരു മാറ്റങ്ങളായി. അനീഷിൻ്റെ വഴിക്ക്, അനുമോളുടെ വഴിക്ക്. പക്ഷേ എനിക്കിത് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയാമോ? അനീഷും അനുമോളും കൂടെ ചേർന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഇനാഗ്രേഷൻ ഉണ്ട്. അതിനകത്ത് അനീഷിൻ്റെ അടുത്ത് അനുമോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിലാണ് എനിക്ക് മനസ്സിലായത് അനീഷിൻ്റെ ടീമുകൾ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന്. കാരണം അനീഷിൻ്റെ അടുത്ത് അവൾ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കുഴഞ്ഞൽ, ഒരു ഞൊഴിയൽ, അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അന്ന്. ഇപ്പം പുതിയ ഇത് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഇതിനകത്ത് എടുത്തിടാനായിട്ടൊന്നുമില്ല, നമുക്കൊന്ന് കേൾക്കാം. പക്ഷെ എനിക്കറിയണ നിഷ അങ്ങനെ സ്ത്രീ വിരോധി അങ്ങനെയൊന്നുമല്ല. മനസ്സിൽ ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ടാണോ ബിഗ് ബോസിൽ കയറിയത്? അതെ, കണ്ണടച്ചെടുക്കണ ആരുണ്ടോ? അതെന്താ സ്ത്രീ വിരോധിയാണെന്ന് പറയുന്നതിനോട് ഞാനത് കേട്ടപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളോട് ഏറ്റവും ബഹുമാനത്തോടെയും പക്വതയോടും കൂടെ പെരുമാറുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആ ഒരു നരേഷൻ എങ്ങനെ ഉണ്ടായിപ്പോയി എന്നുള്ളതും എനിക്കറിയില്ല. ബോസിൽ എത്തുമ്പോ ഒരു സ്ത്രീ വിരോധിയായിട്ട് എന്നെ ചിത്രീകരിച്ചോ എന്നുള്ളത് മേ ബി ആയിരിക്കും, എനിക്കറിയില്ല. മറ്റ് കണ്ടസ്റ്റൻസ് എന്നെ അങ്ങനെ ആക്കി തീർത്തതായിരിക്കാം. പക്ഷെ ജെന്യുവൻലി ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാൻ സ്ത്രീകളോട് ഏറ്റവും ബഹുമാനത്തോട് റെസ്പെക്ട് ചെയ്ത് പെരുമാറുന്ന ഒരാളാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? പുള്ളിക്കാരൻ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. ഇത് ഗ്രാമമാണോ പട്ടണമാണോ ചട്ടുകമാണോ എന്ന് ചോദിച്ചുകൊണ്ടൊന്നും വരണ്ട. അതിൻ്റെ ഒരു ഫോമുലയാണ് പുള്ളി അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് സ്ത്രീ വിരുദ്ധതയാണ് എന്നുള്ളത് മനസ്സിലാകുന്ന വളരെ കുറഞ്ഞൊരു ശതമാനമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു പെണ്ണിനെ അത്രയും ഇകഴ്ത്തി പറയുകയും ഇടിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നത് സ്ത്രീ വിരുദ്ധതയാണെന്ന് തിരിച്ചറിയാത്ത ഒത്തിരി ആണുങ്ങൾ നമുക്കിടയിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഭാര്യയെ നമുക്ക് തല്ലാം, ഈ കൺസെപ്റ്റുള്ള ആളാണ് അനീഷ്. കാരണം അനീഷ് കണ്ടു വളർന്നത് അങ്ങനെയാണ്. അച്ഛൻ അമ്മയ്ക്കിട്ട് കണ്ട് അറിയുന്നതാണ്. അതൊരു പ്രശ്നമല്ല എന്ന് തടവിക്കൊണ്ട് പോയിരുന്ന് കരയണ അമ്മയാണ് അവൻ കണ്ടിട്ടുള്ളത്. അതിനെ എതിർക്കുന്ന അമ്മയോ അമ്മയുടെ വീട്ടുകാരോ കണ്ടു കാണത്തില്ല. ഇപ്പോൾ അമ്മയ്ക്ക് ഒരു അടി കിട്ടി, അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുന്നു, കുടുംബക്കാരോട് പറയണു എന്നെ ഇങ്ങനെ തല്ലി, അത് സാരല്ല, സഹിച്ചു പോകും, ദേഷ്യം വന്ന് പഠിച്ചായിരിക്കും, ഇഗ്നോർ ചെയ്യും എന്ന് ഉപദേശിച്ച് കൊടുക്കുന്നതായിരിക്കും ഈ കുട്ടി കണ്ടിട്ടുണ്ടാവുക. സോ അത് അങ്ങ് മനസ്സിലേക്ക് കയറി, അതാണ് സത്യം. ബാക്കി പുള്ളി പറഞ്ഞതാണ് കറക്റ്റ്. കുടുംബത്തിലെല്ലാവരോടും മര്യാദയോട് കൂടിയാണ് പെരുമാറുന്നത്. പെങ്ങളോട്, അമ്മയോട് ഒക്കെ നല്ല മര്യാദയാണ്. അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ആ മര്യാദ അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത. പലരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, സ്ത്രീ എന്നാൽ സംരക്ഷണം വേണം, സുരക്ഷിതമാക്കപ്പെടേണ്ടതാണ്, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. സ്ത്രീ സുരക്ഷിതയാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവളെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ അംഗീകരിക്കുമ്പോഴത്തേക്കാണ്. ഇത് വ്യക്തിയല്ല, അവൾ നമ്മളുടെ പാർട്ട്ണറാണ്, നമ്മളുടെ അണ്ടറിലായിരിക്കണം. സിസ്റ്റർ നമ്മളുടെ അണ്ടറിലായിരിക്കണം. അത് എൽഡറായാലും യങ്ങറായാലും നമ്മളുടെ അണ്ടറിലായിരിക്കണമെന്ന് ബ്രദേഴ്സ് ചിന്തിക്കുന്നിടത്ത്, അച്ഛൻ്റെ ഇതിൽ തന്നെ ഒരു ഇത് പെൺമക്കളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്നിടത്തൊക്കെ തന്നെ ഈ ഒരു വ്യത്യസ്തത മനസ്സിലാകും. അതിപ്പോൾ എല്ലാത്തിലും ഉണ്ട്. ഒരു മതവിശ്വാസമൊന്നുമല്ല ഞാൻ സ്ത്രീ സ്വതന്ത്രമർഹതി, അത് കേട്ടിട്ടില്ലേ? ഇതേ സെയിം സംഗതി എല്ലാ വിശ്വാസത്തിലും ഉണ്ട്. പെണ്ണുങ്ങൾക്ക് അതാണ് പാടില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട്,
അതായിട്ട് ബുദ്ധിമുട്ടി റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. പണ്ട് കാലഘട്ടത്തിൽ തൊട്ട് നടക്കുന്ന സംഭവമാണ്, ഇതൊരു ബൃഹത്തായ സബ്ജക്റ്റാണ്, അത്രയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മനസ്സിലാക്കാത്ത ആണുങ്ങൾ നമുക്കിടയിൽ ഉണ്ടെന്നാണ് രത്ന ചുരുക്കം. അപ്പോൾ ഇങ്ങേര് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ചുറ്റുമുള്ള അമ്മയെ, പെങ്ങളെ, സഹോദരിയൊക്കെ ചേച്ചി, അമ്മ, അനിയത്തി, ചേട്ടത്തി എന്നൊക്കെ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്ത്രീ വിരുദ്ധത എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. പുള്ളി ബിഗ് ബോസിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അല്ലാണ്ട് ആരും ടാർഗറ്റ് ചെയ്തല്ല. പുള്ളി പറഞ്ഞത് അടി കൊള്ളുന്നതിൽ ഇപ്പോൾ എന്താ കുഴപ്പമെന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് എല്ലാവരും കൂടെ എടുത്തു വെച്ച് അങ്ങ് കൊടുത്തത്. സത്യത്തിൽ അതൊരു ഭയങ്കര വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അടിച്ചാലിപ്പോൾ എന്താ എന്നുള്ള ഒരു ടോണാണ് വന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അമ്മയ്ക്ക് കിട്ടിയ അടി ഇറ്റ് ഈസ് ഓക്കെ എന്ന് കുടുംബക്കാർ വെക്കുന്നിടത്ത് അവർ തിരുത്താനാവത്തില്ല. അത് നിങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതിൻ്റെ ഒരു കാരണം, അമ്മ ഇത്രയധികം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവരുടെ ഭാവിക്ക് അച്ഛനും കൂടെ വേണം, തനിച്ച് നേരിടാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില അമ്മമാർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ഒരു ഫാമിലി എന്ന ഒരു കോട്ടയ്ക്കകത്ത് കിടക്കുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് അയാൾ പറഞ്ഞത് കറക്റ്റാണ്. അയാൾക്ക് ചുറ്റുമുള്ളവരൊക്കെ അയാൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്തത് ചോദിക്കാൻ വന്നിരുന്നതാണ് അനീഷിന്റെ അത് പേഴ്സണോടുള്ള ആ ഒരു ഇഷ്ടം അതൊരു ലവ് സ്ട്രാറ്റജി ആയിരുന്നോ എനിക്ക് ഒരിക്കലും അല്ല. അതായത് എനിക്ക് അതിനു മുൻപ് ഒരു 3-4 ആഴ്ചകൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് തന്നുകൊണ്ടേയിരുന്നു. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് അതില് ഒരു വിഷമവും ഇല്ല. കാരണം എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഞാൻ അതാണ് പറയുന്നത്, എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് എന്താണ് മേ ബി അതാ പറഞ്ഞത്, എനിക്ക് ഇപ്പോഴും സെലിബ്രിറ്റികളെ കുറച്ച് പേടിയാണ്. കാരണം ഇവരുടെ ഒരു ഇമോഷണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫേക്ക് ആണ്. കുറെ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ആണ്. ഞാൻ ലക്ഷ്മിയോട് തുറന്നു പറയണേല് വിഷമം വിചാരിക്കും. കുറെ സെലിബ്രിറ്റികൾ ഫേക്ക് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഫേക്ക് ആയിട്ട് അനീഷിന്റെ അടുത്ത് ഒരു പ്രണയം നടിച്ചു എന്നാണ് അനീഷ് പറയണത്. മേ ബി ആയിരിക്കും. 3 weeks അനീഷ് അത് വിശ്വസിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെയല്ല എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞേ? അത് ആ ഒരു വീഡിയോ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. അങ്ങനെയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷം അവിടെ ലൈൻ കട്ട്. ദാറ്റ് ലൈൻ കട്ട് ഈസ് ഐ ലൈക്ക് ഇറ്റ്. ആക്ച്വലി ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അനീഷ് ബിഗ് ബോസിൽ തോറ്റുപോയത്. അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ഗപ്പ് ലെവൽ എടുത്തുകൊണ്ട് പോയതിൻ്റെ ഒരു റീസൺ ഈ ഒരു പ്രണയമായിരുന്നു. അവൾ വിരിച്ച ആ വലയ്ക്കകത്ത് അനീഷ് അങ്ങോട്ട് പോയി ചാടി കൊടുത്തു. അതാണ് നടന്നത്. യെസ്, ഓഫ് കോഴ്സ് നമുക്ക് പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കാനുള്ളൊരു സ്പേസാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന്. ഒരിക്കലുമല്ല. 2 വ്യക്തികൾ അവരതിലേക്ക് വരുന്നു. അതിനകത്ത് വെച്ചിട്ട് ഒരു 3 മാസത്തെ സംസർഗം കൊണ്ട് എന്ത് കുന്തം മനസ്സിലായിട്ടാണ് അവരെ നമ്മൾ പാർട്ട്ണറായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്? ഒരിക്കലുമല്ല. അതൊരു നല്ല ടേമേ അല്ല. പിന്നെ അത് മതിയാണോ എന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ അത് മതിയായിരിക്കും. പേളി ശ്രീനിഷ് സക്സസ് ആണല്ലോ, അപ്പോൾ അതായിരിക്കാം. പക്ഷേ അതിനകത്ത് ഒരുപാട് ഇൻസൈഡ് കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ അനീഷിനോട് യോജിക്കുന്നു. അനീഷ് ട്രാപ്പിലായിരുന്നു, ട്രാപ്പാക്കിയതാണ് അത് അനുമോള് തന്നെയാണ്. അത് പറയാതെ പറ്റത്തില്ല. ആ പെണ്ണ് വെറും വിളക്കാണ്. അത് എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ അതിനകത്ത് അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പുറത്ത് വന്നിട്ട് ഇവർ ഒന്നിച്ച് പോയൊരു ഇന്നാഗുറേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് എനിക്ക് കണ്ടിട്ട് എനിക്ക് എന്ത് കലി വന്നു എന്നറിയാമോ? അവൻ്റെ അടുത്തോട്ട് ചേർന്ന് നിന്നിട്ട് ഒരു നാണം, ഒരു കുഴയൽ, ഒരു കൊഞ്ചൽ, അത് ആര് കണ്ടാലും മനസ്സിലാകും അവനോട് അവൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന്. പക്ഷെ സംസാരിക്കുമ്പോൾ അവൾ പറയണത് നോ, എനിക്കങ്ങനെയൊന്നുമില്ല എന്ന്. എന്തിനാ ഈ ഡുവൽ ക്യാരക്ടർ കാണിക്കാൻ പോകുന്നത്? അത് ശരിക്കും അനുമോള് അവന് കൊടുത്ത പണിയാണ്. അനുമോളിൻ്റെ ടാക്ടിക്സ് അവിടെ വർക്കൗട്ട് ചെയ്തു. ഇവനെ ആ വലയ്ക്കകത്ത് കൊണ്ടിട്ടു. കാരണം കളിച്ചിട്ടാണെങ്കിൽ തമാശയ്ക്കാണെങ്കിലും അതൊക്കെ പറയുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നോ എന്ന് പറയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങനെയല്ല, ഒരു സിസ്റ്റർ ബ്രദർ അഫെക്ഷനാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം അതിന് ഇതിട്ട് കൊടുത്തു. എന്താ ഇവൾ പറയുന്ന കണക്ക് മസാലപ്പൊടി ഇട്ട് കൊടുത്തു കൂടുതൽ. അത് എന്തായാലും പുറത്തേക്ക് വരും, റീച്ച് ഔട്ട് ആകും. അനീഷിന് കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ട്. അനീഷിൻ്റെ ഫാൻസൊക്കെ ഒന്ന് ഇങ്ങോട്ട് കയറട്ടെ എന്നുള്ള ഒരു ടൈമാണ് അവിടെ വർക്കൗട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ആൻഡ് ദെൻ അതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെയും
അതൊരു സോഫ്റ്റ് ടച്ചിൽ അങ്ങനെ കൊണ്ടുപോയത് അവളുടെ ഒരു ബുദ്ധിമുട്ടാണ് എന്ന്. നമ്മളും ഒക്കെ അത് തന്നെയാണ്, ഞാൻ തന്നെ ഒക്കെ അങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. കാരണം പേരൻസിനെ കേൾക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ അതിനകത്തൊരു തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷെ പുറത്ത് വന്നിട്ട് വീണ്ടും ആ ചെറുക്കനെ വലയിലാക്കാനുള്ള ഒരു കളി കളിച്ചത് മഹാമോശമാണ്. പിന്നെ അന്നൊക്കെ കേട്ട ഒരു സംഗതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീഷ് വിവാഹം കഴിച്ചിട്ട് ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാണ്. അയാൾ എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത്, അതിങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റത്തില്ലേ? അനുമോളും അതുപോലെ തന്നെ ഒരു അഫെയറിൽ ഇരുന്ന വ്യക്തി തന്നെയല്ലേ? അപ്പോൾ പിന്നെന്തുവാ ഈ സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ സെലിബ്രിറ്റികൾക്കൊക്കെ ഫേക്ക് മുഖം ഉണ്ടെന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ്. അവർ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് തരുന്ന മുഖമല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇൻസൈഡ് ഉള്ളത്. വളരെ മോശപ്പെട്ട ഒരു മുഖം ഇട്ടുള്ളത് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അനുമോൾ നമ്മളതിനകത്ത് കണ്ടതുപോലെ ഒന്നുമല്ല. അതേപോലെ തന്നെ കുറച്ചൊക്കെ നമുക്ക് കപ്പ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് ഡാക്ടർ പിന്നിയാണ്. പക്ഷെ പിന്നി അതിനകത്തിരുന്ന് കുത്തിത്തിരിപ്പ് കാണിച്ചപ്പോഴത്തേക്കാണ് ഡാക്ടർ പിന്നി എന്നുള്ളത് കുത്തിത്തിരിപ്പ് പിന്നി എന്ന പേര് വാങ്ങിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഏറ്റവും വേഴ്സ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വക്കീലാണ്, അഡ്വക്കേറ്റ് ശൈത്യ. അവരാണ് ഏറ്റവും വേഴ്സ്റ്റ്. കാരണം അത്രയും നല്ലൊരു പ്രൊഫഷനാണത്. ആ പ്രൊഫഷൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി പാലിക്കേണ്ട ഒരു മര്യാദ ആ പെണ്ണുണ്ടായിരുന്നില്ല. വെറും കുത്തിത്തിരിപ്പായിരുന്നു. അത് വെറും കൊനഷ്ട ചിന്താധാരയായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇതല്ല പറയണം, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറയണ്ട. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സ്പെസിഫിക് കാര്യത്തിൽ മാത്രം ഞാൻ അനീഷിൻ്റെ ഒപ്പമാണ്. കാരണം അനീഷ് പറഞ്ഞത് കറക്റ്റാണ്. അനുമോളുടെ ആ ഒരു ട്രാപ്പിൽ പോയി പാൽ ചേർക്കാൻ പോയി വീണ് കൊടുത്താണ്. വല്ല കാര്യം ഉണ്ടായിരുന്ന ബിഗ് ബോസ് ഹൗസിൽ അനീഷ് ഇങ്ങനെ കയറുന്നു, ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്നു, അതിനുശേഷം പിന്നാലെ അനുക്കുട്ടി കാലെടുത്ത് വെക്കുന്നു. അപ്പോ ഈ തിരിഞ്ഞ അനുക്കുട്ടി അനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ആരാ മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സത്യത്തിൽ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. സത്യം പറഞ്ഞു അനുവിനെ അറിയേയില്ലായിരുന്നോ? അനുവാകെ പ്ലിങ്ങായി പോയി, ചമ്മിപ്പോയി. അല്ല, അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മള് റിയൽ ലൈഫില് ഇപ്പൊ ഞാൻ ടിവിയിലൂടെ കണ്ടിരിക്കുന്ന ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, കുറച്ചും കൂടെ എന്താ പറയാ, എനിക്ക് തോന്നി നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഷോയില് എൻട്രി ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് വേറൊരാളെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ലക്ഷ്മി എന്റെ അടുത്ത് ഇരിക്കുമ്പോഴും അതല്ല, ലക്ഷ്മി ഇപ്പൊ അടുത്തിരിക്കുമ്പോൾ ലക്ഷ്മി ഇപ്പൊ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരിട്ട് കാണുമ്പോ ചിലപ്പോ നമുക്ക് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായി ഞാൻ പറയുന്നതിന്റെ ട്രൂ സെൻസ് ലക്ഷ്മിക്ക് മനസ്സിലായാവോ? ഊഹിച്ചെടുക്കാം. എന്നാൽ എനിക്ക് മനസ്സിലായി, ഊക്കിയതാ. പുള്ളിക്കാരനിക്ക് ഈ മേക്കപ്പ് എന്ന് പറയുന്ന സാധനത്തിനോട് ഭയങ്കര അലർജിയാണെന്ന് തോന്നുന്നു. പിന്നെ ഓവറാണോന്ന് ചോദിച്ചാൽ അനുമോളുടെ മേക്കപ്പ് ഒരു 1.5 മേക്കപ്പാണ്. പിരികം വടിച്ച് കളഞ്ഞിട്ട് അവിടെ വരച്ച് വെപ്പാണ് അവളുടെ പരിപാടി. നല്ല മേക്കപ്പാണ് അനുമോള്, ഹെവി മേക്കപ്പാണ്, അതിൽ തർക്കമില്ല. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷേ എൻട്രി ആകുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞ അനുമോളെ ചമ്മിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് ചമ്മിപ്പിക്കുക, അത്രേ പുള്ളി ഉദ്ദേശിച്ചുള്ളൂ. അതിലയാൾ സക്സീഡായി. നല്ല ടാക്ടിക്സോടുകൂടി അതിനകത്തേക്ക് കയറി പറ്റിയ ഒരാളാണ് അനീഷ്. നല്ലൊരു പെർഫോമറായിരുന്നു, അതൊക്കെ സമ്മതിച്ചു. നുണയനാണ്, അതിൽ തർക്കമില്ല. ഇപ്പം ഈ പറഞ്ഞതൊക്കെ നുണയാണ്. അതായത് അയാളുടെ ശരികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പല രീതിയിൽ നുണ പറഞ്ഞ് അതിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു സാധാരണക്കാരൻ്റെ മുഖമായിട്ട് അവിടെ ചെന്ന് പറ്റിയ അയാൾക്ക് ആ സാധാരണക്കാരൻ്റെ വാല്യൂ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ എവിടെയോ എത്തേണ്ട മനുഷ്യനാണ്. ആദ്യമായിട്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരു ജെനുവിൻ പേഴ്സൺ ആ കപ്പ് കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു. അനീഷിനാണ് അത് കിട്ടിയിരുന്നതെങ്കിൽ 100%. കോമ്പറ്റീറ്ററായിട്ട് നിൽക്കുന്ന ഷാനവാസും പിഴച്ചത് ആ ആദില നൂറെ തൂക്കി പിടിച്ചത് കൊണ്ടാണ്. അതില്ലായിരുന്നെങ്കിൽ ഷാനവാസും യോഗ്യനായിരുന്നു. ഷാനവാസോ അനീഷോ ആണ് 100% ഈ ഒരു കപ്പിന് യോഗ്യരായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്. ഒരു കള്ളി അതിനകത്ത് കിടന്ന് ഡ്രാമ കാണിച്ചു. ഞാൻ ഉൾപ്പെടെ ആ ഡ്രാമയിൽ വീണു. അവൾക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞു. അതാണ് നടന്നത്. അതിൽ കൂടെ അവൾ വിൻ പോയിന്റിലെത്തി. ഇപ്പം നമ്മൾ സുഷ്മിത സെന്നും ഐശ്വര്യ റായും 2 പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ് ഒരു ഷോ. അത് ഒരേ വർഷം 18 ആണെന്നാണോ ഒരു ഓർമ്മ, കറക്റ്റ് അറിയത്തില്ല. അവർക്ക് 18 ആണ്, ആ സമയത്താണ്. അതായത് 96-ലാണ്, 95-ലെങ്ങാണ്ടാണ്. അപ്പോൾ ആ സമയത്ത് അവർ 2 പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മൾ 2 പേരും ഒരേ സമയം ഇന്ത്യക്ക് അഭിമാനം കൊണ്ടുവന്നവരാണ്. പക്ഷെ ബോത്താർ, ഒരാൾക്ക് കിരീടം കിട്ടി, മറ്റേ ആൾക്ക് മറ്റൊരു കിരീടം കിട്ടി. ഈ കിരീടം കിട്ടിയതിൽ ഒരാൾ വലിയ പിന്നെ ലോകം ചുറ്റലോ അങ്ങനെയുള്ള യാതൊന്നിനും പോലെ സുഷ്മിത സെൻ
പുള്ളിക്കാരത്തി ലൈഫിൽ കൂടെ കുറച്ച് കാര്യം നമുക്ക് പ്രൂഫ് ചെയ്ത് തന്നു. ബിക്കോസ് അവരത് ഡിസേർവ് ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് അവർ പ്രൂഫ് ചെയ്തു. കുട്ടികളെ ദത്തെടുക്കൽ, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യൽ, അങ്ങനെ ഒരുപാട് കാര്യം. അതേസമയം ഐശ്വര്യ റായ് ചെയ്തതെന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആണ് ഡെവലപ്പ് ചെയ്തത്, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അവരവരുടെ ഫാമിലി അങ്ങോട്ട് ടോപ്പാക്കി വെച്ചു. അത് അതർ ഹാൻഡ് മറ്റേ ലേഡി. അപ്പോൾ രണ്ടും, ഒന്ന് വിശ്വസുന്ദരിയും ഒന്ന് ലോകസുന്ദരിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വിശ്വസുന്ദരിയിൽ അത്രയും ക്വാളിറ്റി മറ്റവർക്കില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പറയും നീ ആരടി ഐശ്വര്യ റായോ എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ നീ ആരടി സുസ്മിത തന്നെ ഒന്ന് ചോദിക്കണം. കാരണം അവരുടെ മുഖസൗന്ദര്യം മാത്രമല്ല, ഉള്ളിലും ആ സൗന്ദര്യം ഉണ്ട്. മറ്റതങ്ങനെയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ ഇങ്ങനെ ഒരെണ്ണം പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം, നമ്മൾ വിശ്വസിച്ച് നമ്മൾ ജയിപ്പിച്ച് വിട്ട അനുമോൾ എന്താണെന്ന് അനുമോൾ പുറത്തു വന്ന് കാണിച്ചു തന്നു. അതിനകത്ത് അവൾ കാണിച്ച ആ ഒരു ഇന്നസെൻസ് അവൾക്ക് പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. പലയിടങ്ങളിലും നമ്മളത് കണ്ടതാണ്. പിന്നെ അവളുടെ കൂട്ടുകെട്ടിൽ കൂടെ അവൾ ഏത് സംഗതിയിലാണ് ഇൻവോൾവഡ് എന്നുള്ളതും നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ പലരും എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഉയർത്തിയതല്ലേ, ഒത്തിരി തൂക്കി വെച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരാം. അഫ്കോഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകും. തെറ്റുകൾ പറ്റിയാൽ തിരുത്തുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു രീതി. ആ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും അന്ന് ബിഗ് ബോസിൽ അവർ ഇന്നസെൻ്റ് ആയിരുന്നു, അവർ സിമ്പതി അർഹിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അന്ന് അവർക്ക് സപ്പോർട്ട് പറഞ്ഞു. പക്ഷേ പുറത്തിറങ്ങി ഈ ഒരു ഇന്നാഗുറേഷൻ ചടങ്ങിൽ വെച്ച് അനീഷിനോട് അവർ കാണിച്ച ആറ്റിറ്റ്യൂഡിൽ ഞാൻ പോലും ട്രാപ്പിഡായി എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ അനീഷിനെ പറ്റി അത് പറഞ്ഞത്. ബാക്കി അയാൾ പറയുന്ന ചക്കള പുക്കള മുക്കത്തം മൊത്തം പൊടത്തറമാണ്. പിന്നെ ഇയാളൊരു സ്ത്രീ വിരുദ്ധനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലാണ് ആ സ്ത്രീ വിരുദ്ധത വന്നിട്ടുള്ളത്. പിന്നെ ഒരു പക്ഷേ ബിഗ് ബോസ് എൻട്രി എന്ന് പറയുന്ന അയാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. 5 വർഷത്തോളം അയാൾ പ്രിപ്പയർ ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അയാൾ ഇങ്ങനെ ഒരു കാരണവും കൂടെ പറഞ്ഞു കാണും, സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ള ഒരു ടാഗ് ലൈനും കൂടെ അയാൾ കൊടുത്തിട്ടുണ്ടാകാനാണ് സാധ്യത. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ വിരുദ്ധനായ നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്ത്രീയെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്നു? സ്ത്രീ വിരുദ്ധന്മാർക്ക് പെണ്ണുങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല എന്നാരാ പറഞ്ഞേ? അതെന്തോ എന്താ അയാൾക്ക് ഇഷ്ടങ്ങളില്ലേ, നഷ്ടങ്ങളില്ലേ? അതൊക്കെ ഉണ്ടാകും. അത് ആ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. മേ ബി എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, എനിക്കത് പിടികിട്ടിട്ടില്ല. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. അനീഷ് വെറുതെ ഇനിയും ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് തൊലിയാൻ നിൽക്കാതെ വീണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു മനുഷ്യനായിരുന്നു. അത് ഇവരോടുള്ള വൈരാഗ്യ ബുദ്ധി കൊണ്ടാണ് ഇപ്പോൾ ഈ മേക്കപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ചാടുന്നത്. ഇപ്പം അനുമോളുടെ മേക്കപ്പും ഈ കൂടെ ഇരിക്കുന്നവളുടെ മേക്കപ്പും ഒക്കെ പറഞ്ഞ് വരുന്നത് പുള്ളിക്ക് ഇവരെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെ ഒന്ന് ടാലിയപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്നതിനപ്പുറം പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ വല്ല ചിക്കിലിയും കിട്ടുമെങ്കിൽ നല്ല കാര്യം, അത് പിന്നെയും കൊടുക്കുക എന്നാണ്. ചിക്കിലി കിട്ടുന്നില്ല എങ്കിൽ വെറുതെ ഏറി പോകാനുള്ളൊരു വഴി മാത്രമാണ് അതെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.